ടെക്നോളജി എന്ന് പറഞ്ഞ പോലെ ഫുൾ അഡ്വൈസസ് ആണ്. ജോബ് സേഫ് ഇഫ് കമ്പനി ഗിവ്സ് ഫ്രീ സ്നാക്സ്. വീവർക്കിൽ ഫുഡ് ഫ്രീ ആയിരുന്നോ? ഇഫ് യു നോ ജാവ യു ക്യാൻ ഡു എനിത്തിങ്. എനിക്ക് ജാവ ഇഷ്ടേ അല്ല. ഇതൊക്കെ എനിക്ക് എവിടുന്ന് കിട്ടുന്നത് പറഞ്ഞു. എനിക്ക് ജാവ ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. ഇപ്പൊ ഇഷ്ടല്ലേ? അല്ല, ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ കേരളത്തില് നിങ്ങൾക്കൊരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ ഗോലാങ് പഠിച്ചാൽ പാടായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ ലൈക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ഡെലിവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നോട്ടീസ് ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സ്കെയിലിലോട്ട് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ അവർ 100+ അല്ലെങ്കിൽ 200+ കമ്പനിയിലായിരുന്നു, എനിക്ക് ആ മാനേജ്മെന്റിന്റെ ആ ഒരു നോട്ടീസബിൾ റേഞ്ച് റഡാറിൽ വരണമെങ്കിൽ യു ഹാവ് ടു ടോക്ക് അബൌട്ട് ദ വർക്ക്സ്. IT ജോബ് മീൻസ് യു ആർ റിച്ച്. If code works on my machine, issue is not mine. even 5G will make you sick. That's all. എന്താ പറയുന്നത്, ലൈക്ക് ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. What do you think it's true? No, I don't think so. AI will replace all jobs overnight. ഫ്രണ്ട് എൻഡ് എഞ്ചിനീയറിന്റെ റോൾ പൈത്തൺ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഇതാ എന്തോ പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ വൈഫിൻ്റെ ടേംസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, റിപ്ലൈ എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ റിപ്ലൈ. ടെക്നോളജി എന്ന് പറഞ്ഞ പോലെ ഫുൾ അഡ്വൈസസ് ആണ്. എനിക്ക് തോന്നുന്നു പുതിയ ആൾക്കാർ സോഫ്റ്റ്വെയർ കമ്പനീസ് കയറുമ്പോൾ കുറേ അഡ്വൈസ് അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടും. നമ്മുടെ കുറേ ഒപ്പീനിയൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഈ കമ്പനി പോയാൽ ഈ ബെനിഫിറ്റ് കിട്ടും. അപ്പം ഇന്ന് ഞാൻ ഓർത്തു, ഞങ്ങൾക്ക് കുറച്ച് മിത്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ മിത്സിനെ നമുക്ക് സത്യമാണോ, എന്താണ് ഞങ്ങളുടെ ഒപ്പീനിയൻ എന്ന് ഉള്ള ഒരു എപ്പിസോഡാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു MAT++ പോഡ്കാസ്റ്റ്. ഹിയർ ടുഡേ വി ഹാവ് അരവിന്ദ് ആൻഡ് അരുൺ. അപ്പം ഇന്ന് എനിക്ക് ഇച്ചിരി മിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പം ആദ്യം വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ജോബ് സേഫ് ഇഫ് കമ്പനി ഗിവ്സ് ഫ്രീ സ്നാക്സ്. I mean, at one point in time അത് ട്രൂ ആയിരുന്നു. എന്താ എനിക്ക് തോന്നുന്നു KP ആയിരുന്നു ആദ്യമേ ഒരു നമ്മുടെ എനിക്ക് റിമോട്ട് കമ്പനി ആയിരുന്നു. അപ്പം റിമോട്ട് ആയിരുന്നല്ലോ ആദ്യം. റിമോട്ട് അല്ലായിരുന്നു, പക്ഷെ അവൻ വീവർക്കിൽ പോയി. വീവർക്കിൽ ഫുഡ് ഫ്രീ ആയിരുന്നോ? വീവർക്ക് ഫുഡില്ല, പക്ഷെ ബിയർ ഉണ്ടായിരുന്നു. അല്ല, ഇനി വീവർക്ക് അന്നേരം ഇന്ത്യയിൽ വന്നതേ ഉള്ളൂ. ഓക്കെ അപ്പം വ്യൂവർക്ക് സ്റ്റിൽ ന്യൂ ആ. ഞാൻ ഓർക്കുന്നുണ്ട്, ലൈക്ക് വ്യൂവർക്കിൽ റിസപ്ഷനിൽ ഇരിക്കുന്നത് ലൈക്ക് ഇന്ത്യക്കാരല്ല, ലൈക്ക് വെളിയിൽ നിന്നുള്ള ആൾക്കാർ. അപ്പോൾ അവർ ലൈക്ക് ഇൻട്രൊഡ്യൂസ് ആവുന്നതേ ഉള്ളൂ ലൈക്ക് ഇന്ത്യയിലോട്ട്, സിസ്റ്റത്തിലോട്ട്. സോ അവർ എനിക്ക് തോന്നുന്നു അന്നേരം കുറെ ഇങ്ങനെ പ്രൊമോഷണൽ ആയിട്ട് കുറെ കാര്യങ്ങൾ. വ്യൂവർക്ക് ഇന്റർനാഷണലിയും ഇതൊരു ഡ്രിങ്ക്സ് ഫ്രീ ആയിരുന്നു, അതല്ലായിരുന്നു അവരുടെ സെല്ലിംഗ് പോയിന്റ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്കിത് ന്യൂ ആയിരുന്നു. അപ്പൊ ഞാൻ ആദ്യമേ ഓർത്തു ഈ കമ്പനി നമുക്ക് 4 PM കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ബിയർ ഓൺ ടാപ്പ് കിട്ടും. ടാപ്പിൽ മറ്റേ 4 PM വരെ വെയിറ്റ് ചെയ്യായിരുന്നു. ബിയർ കിട്ടി കഴിഞ്ഞിട്ടേ അവൻ ഇറങ്ങത്തുള്ളൂ. അതാണ്. സോ സം പോയിന്റിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അടിപൊളിയാണ്. പക്ഷെ അത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് പ്രൊമോഷണലായിട്ട് അവർ കൊണ്ടുവന്നൊരു സാധനം തോന്നുന്നു. പിന്നെ പക്ഷേ ഇവരെനിക്ക് ഉദ്ദേശിക്കുന്നത് ഗൂഗിളും ഗൂഗിളിലൊക്കെ ഇപ്പോഴത്തെ കമ്പനി ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അല്ല, ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അതെനിക്കൊന്നും എന്നുവെച്ചാൽ എനിക്കൊന്ന് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് എനിക്കൊന്ന് ഫുഡ് പ്രൊവൈഡ് ചെയ്യും. ലൈക്ക് ഞാൻ എന്നുവെച്ചാൽ ഇൻ സം പോയിന്റ് ഉണ്ട്. KP ജോലി ചെയ്ത കമ്പനീസ് അല്ല അങ്ങനത്തെ കമ്പനീസ്. ഞാൻ ജോലി ചെയ്ത കമ്പനീസ് ഫ്രീ ഫുഡ് ഇല്ലടാ. ശരിക്കും പറഞ്ഞ ഫ്രീ ഫുഡ് കിട്ടാൻ ഇച്ചിരി പാടാ. ബിക്കോസ് നല്ല പാടാ. അല്ല, എനിക്ക് തോന്നുന്നു അതൊരു ടാക്ടിക് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നമ്മൾ കൂടുതൽ നേരം ഓഫീസിലുണ്ട്, കൂടുതൽ നേരം. എൻ്റെ പ്രീവിയസ് ക്ലയന്റ് ഫുഡ് കൊടുക്കുമായിരുന്നേ. അപ്പം അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓഫീസിൽ വരും. അവർക്ക് റിമോട്ടാ ആണോ? ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട്. ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും ഡിന്നറും എല്ലാം കഴിഞ്ഞിട്ട് ഈ PG-ലൊക്കെ താമസിക്കുന്ന ആൾക്കാർ. സോ ഇറ്റ്സ് എ ബിഗ് ബെനിഫിറ്റ് ഫോർ ദ മണി സേവിങ് പാർട്ടിനകത്ത്. എല്ലാം ഫുഡ്. ഇനി കുളിക്കാനൊരു സ്ഥലം കൂടെ അവിടെ താമസിച്ചിട്ട്. ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ സ്റ്റാർട്ടർ എൻ്റെ കമ്പനിയിൽ ലഞ്ച് ഉണ്ട്. ലഞ്ച് ഫ്രീ ആണ്. ലഞ്ചിന് എന്തോ കൊടുക്കുന്നത്? ലഞ്ചിന് നമ്മൾ ചോറ്, ഇറ്റ്സ് ചിക്കൻ കറി മീൽസ് ഓർ ഫിഷ് കറി മീൽസ്. ആൻഡ് ഫോർ നോർത്ത് ഇന്ത്യൻസിനാണെങ്കിൽ നമ്മൾ കുറേ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 പ്രിഫറൻസ് ഉണ്ട്. പക്ഷേ വി സ്റ്റാർട്ടഡ് ഞങ്ങളുടെ കമ്പനിക്ക് അത് കൊണ്ടുവരാൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫുഡ് ഇസ് ഒരു ബേസിക് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണോ. ടാക്ടിക്കല്ല, ഞങ്ങൾക്ക് പറ്റാത്ത സമയത്ത് നമുക്ക് ഫുഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അല്ല, സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാൻ ഓർത്തു. ഇപ്പം അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ
മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തോട്ട് പോവാം. സ്കൂളിലിരുന്ന പ്രശ്നമാണ്. ഇഫ് യു നോ ജാവ യു ക്യാൻ ഡു എനിത്തിങ്. എനിക്ക് ജാവ ഇഷ്ടേ അല്ല. ഇതൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടുന്നത് പറഞ്ഞു. കുറെ പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഡൗട്ട്ഫുൾ ആണ്. ഞാൻ കാര്യം പറ്റേ, ഇപ്പം പ്രോഗ്രാമിലെ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. ജാവ പഠിക്കാൻ ഒരു വെരി പോപ്പുലർ സജഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഓക്കെ, നീ ഒരു കാര്യം നോക്ക്, പ്രേമം റിലീസ് ചെയ്തപ്പം അവർ ഏത് ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞു? ജാവ റോബസ്റ്റ് ആണ്, ജാവ അല്ലാതെ വേറെ ജാവ സിമ്പിൾ ആണ്. ശരി, പവർഫുൾ ആണ്. അല്ല എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ നാളുണ്ടായിരുന്നതും ഫെമിലിയർ ആയിട്ടുള്ള സാധനം ജാവ ആയതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും. C was also a long running language, right? ലോങ് റണ്ണിങ് ലാംഗ്വേജ്. ഐ തിങ്ക് അന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും മോസ്റ്റ് ഓഫ് ദ ബാങ്കിങ് ആപ്ലിക്കേഷൻസ്, ഇങ്ങനത്തെ ക്രിട്ടിക്കൽ ട്രാൻസാക്ഷണൽ ആപ്ലിക്കേഷൻസ് വിച്ച് ആർ ലെഗസി ഈസ് റണ്ണിങ് ഓൺ ജാവ. അതൊരു പോയിന്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജാവ കോമൺ അല്ലേ, അതുകൊണ്ടുകൂടെ ആയിരിക്കും. അതുകൊണ്ട് അത് കോമൺ ആയിരുന്നു. ഇപ്പൊ ഇവൻ റേസർ പേയിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബാക്ക് ഇൻ നമ്മുടെ 2019 അവർ വിളിച്ചപ്പം ബേസിക്കലി അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ജാവ ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, പക്ഷേ ഇവൻച്വലി വീൽ ഹാവ് ടു ചേഞ്ച് ഇറ്റ് ടു ഗോ. പക്ഷെ അന്നത്തെ ആ ഒരു പീരീഡ് ഓഫ് ടൈമിലും ജാവ, അപ്പൊ എനിക്കൊന്ന് പിള്ളേരൊക്കെ പറഞ്ഞായിരിക്കും ജാവ അറിഞ്ഞെങ്കിൽ. അല്ല, ഇപ്പൊ എടുക്കുവാണെങ്കിൽ ഡേറ്റ എഞ്ചിനീയർ എടുക്കുക, ജാവ വെരി പോപ്പുലർ ലാംഗ്വേജ്. അറിഞ്ഞ ജാവ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് ജാവ ഇഷ്ടമല്ല, ഇപ്പോഴും ഇഷ്ടമല്ല. ഇപ്പൊ ഇഷ്ടമല്ലേ? അല്ല, ഓക്കെ, ലവ് ഹേറ്റ് റിലേഷൻഷിപ്പാണ്. എനിക്കിഷ്ടമല്ല കേട്ടോ, എനിക്ക് എനിക്കൊന്നും. ഞാൻ ജാവ എന്തോ ചെയ്തിട്ടുള്ളത് മറ്റേ കോളേജിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഓക്കെ, പ്രൊമോഷൻ ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി. മിത്ത് കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. എനിക്ക് ഇഫ് യു നോ ജാവ യു ക്യാൻ ഡു എനിത്തിങ് എന്നുള്ള സാധനം അത് ഡിപ്പെൻസ് ആണ് എൻ്റെ രീതിയിൽ. ബിക്കോസ് എനി ലാംഗ്വേജ് ഇഫ് യു നോ, നിങ്ങൾ ഒരു ലാംഗ്വേജിൽ നല്ല സ്ട്രോങ് ആണ്. ഇല്ല, ഇപ്പൊ ജാവ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, ലൈക്ക് നമുക്ക് അങ്ങനെ ജാവ അറിഞ്ഞെങ്കിൽ മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റുന്നല്ല. ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ ഫോട്ടോ ആക്കി വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ പ്രോബബ്ലി ഗ്രോ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ കേരളത്തില് നിങ്ങൾക്ക് ഒരു ജോബ് വേണമെന്നുണ്ടെ ഗോലാങ് പഠിച്ചാൽ പാടായിരിക്കും. സോ ബട്ട് ജാവ ബിക്കോസ് ഇറ്റ്സ് പോപ്പുലർ, ഓർ പൈത്തൺ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യാം. ഒരു ഹയർ ഓർഡറിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങളെ ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യാം. ഇപ്പൊ എന്നോട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമേ വ്യൂവിലായിരുന്നു. പക്ഷെ ഒരു ജോബ് കിട്ടാൻ എളുപ്പം ഉള്ള ഏത് ഫ്രെയിം വർക്ക് ആ ഫ്രണ്ടിൽ നിന്ന് ചോദിച്ചു? റിയാക്ട്. സോ അതിനുവേണ്ടി അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ റിയാക്ട് പഠിച്ചാൽ എനിക്ക് എന്തും ചെയ്യാം ആ ഒരു കോണ്ടെക്സ്റ്റിൽ. ഓക്കെ, സംവാട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ യെസ് ഒരാൾ നോ. പ്രൊമോഷൻ ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ 1 year. അത് ഓഫ് കോഴ്സ് നോ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ MNCസിലൊക്കെ ഒരു സെറ്റ് പീരീഡ് വർക്ക് ചെയ്താൽ പ്രൊമോഷൻ ഗ്യാരണ്ടീഡാ. നമ്മൾ വർക്ക് ചെയ്ത എൻവയൺമെന്റിൽ TCSലാണെങ്കിലും അല്ലെങ്കിൽ ഏത് കമ്പനിയിൽ എടുക്കുവാണെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഇത്രയും നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങളൊരു മാനേജർ ആവും. മനസ്സിലായോ? പക്ഷെ സ്റ്റാർട്ടപ്പിൽ അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഫേസ് ചെയ്തിട്ടുണ്ടെന്ന്. ബിക്കോസ് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്ത്. ഇഫ് യു വർക്ക് ലേറ്റ് നൈറ്റ്സ് മാനേജർ വിൽ നോട്ടീസ് യു. ഇത് ഞാൻ അഗ്രി ചെയ്യുന്നു. ഇത് ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ കേസിൽ എപ്പോഴും എനിക്കിത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എനിക്കെന്ത് തോന്നുന്നു? നോ ആണോ? എനിക്ക് തോന്നുന്നു അങ്ങനെ. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ ലൈക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ഡെലിവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നോട്ടീസ് ചെയ്യും. അത് നമ്മൾ എപ്പോൾ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് അറിയത്തില്ല എത്രത്തോളം. എനിക്കൊരു ഇൻസ്റ്റൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ പ്രീവിയസ് കമ്പനിയിൽ ആൾക്കാർ ഓഫീസിൽ അവരൊരു പണിയും ചെയ്യുന്നില്ല, ഔട്ട്പുട്ടില്ല. പക്ഷെ അവർ ഓഫീസിൽ വന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും വലിയ. മനസ്സിലായി? ഓഫീസിൽ വന്ന് അവിടെ ഒന്നും ചെയ്യുന്നില്ല, അവൻ രാത്രി വരെ ഒരു 3 മണിക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് അതായിരുന്നു ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് പേഴ്സൺ. അതുകൊണ്ടാണ് ഞാനത് ഫസ്റ്റ് ടൈമാണ് ഈ കമ്പനി വന്നു കഴിഞ്ഞിട്ടാണ് ഞാനത് ലൈക്ക് എനിക്കൊരു റിയലൈസേഷൻ ഹിറ്റ്. ഇതെന്താ സാധനം, കമ്പനി അപ്പോൾ ചുമ്മാ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം ഞാനും ലിറ്ററലി അവിടെ 4 AM വരെ ഇരുന്നു. അപ്പം ഞാനും ബേസിക്കലി അടിപൊളിയായി. പക്ഷേ എൻ്റെ കേസിൽ ഡിഫറെൻറ്റാ. നമ്മളിപ്പോൾ വർക്ക് നല്ലൊരു ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളിച്ച് പ്രൊമോട്ട് ചെയ്യണം, അല്ലെ ലൈക്ക് മാനേജറും അല്ലെ ടീം ലീഡും ആരും അത് എനിക്കൊന്ന് ഡിപ്പെൻഡ്സ് ഓൺ എൻവയോൺമെന്റ്, ഡിപ്പെൻഡ്സ് ഓൺ കമ്പനി, അങ്ങനെ തോന്നുന്നു. വിസിബിലിറ്റി എനിക്ക് തോന്നുന്നു ഒരു പ്രോബ്ലം ആണ്.
എന്ന് വെച്ചാൽ ലൈക്ക് ബേസിക്കലി ഒരു 350 എംപ്ലോയി കമ്പനിയിൽ അല്ലെങ്കിൽ 200 എംപ്ലോയി ഒരു സ്റ്റാർട്ടപ്പിൽ ഒരു 10 പേരെ ഉള്ളെങ്കിൽ ഡെഫിനറ്റ്ലി യുവർ വർക്ക് ഇസ് അതറിയാം. ഒരാളായിരിക്കും ഒരു സാധനം ചെയ്യുന്നത്, മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും, അതെന്തായാലും വരും. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സ്കെയിലോട്ട് പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ അവർ 100+ അല്ലെങ്കിൽ 200+ കമ്പനിയിൽ എനിക്ക് ആ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു നോട്ടിസബിൾ റേഞ്ച് റഡാറിൽ വരണമെങ്കിൽ യു ഹാവ് ടു ടോക്ക് അബൌട്ട് ദ വർക്ക്സ്. അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു നമ്മൾ ചുമ്മാ അവിടെ ക്വയറ്റായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം നല്ല സ്മാർട്ടായിട്ടുള്ള ആൾക്കാർ വർക്ക് തട്ടിപ്പറിക്കുകയും ചെയ്യും. സോ അതുകൊണ്ട് അങ്ങനെയും വന്നിട്ടുണ്ട്. സോ മാനേജർ സ്പ്ലിറ്റ് ഒപ്പീനിയൻ ആണ്. വർക്ക് ലൈഫ് ബാലൻസ് എക്സിസ്റ്റ് ഡ്യൂറിങ് ക്വാർട്ടർ എൻഡ്. നിർബന്ധമില്ല. എനിക്ക് തോന്നുന്നു ക്വാർട്ടർ എൻഡിൽ ഏറ്റവും കൂടുതൽ വർക്ക് വരുന്നതെന്ന് തോന്നുന്നു. ക്വാർട്ടർ എൻഡ് എനിക്ക് ഇതുവരെയും അങ്ങനെ തോന്നി ആസ് എൻ ലൈക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആയിട്ട് എനിക്ക് ഇതുവരെയും ഫേസ് ചെയ്തിട്ടില്ല. വർക്ക് ലൈഫ് ബാലൻസ് എടാ നിനക്ക് വർക്ക് മാത്രമേ അങ്ങനെയല്ല. വർക്ക് ലൈഫ് ബാലൻസ് ഞാൻ ഞാൻ ആലോചിക്കുക. എനിക്ക് ഇവർ പറയുന്നത് വെച്ചാൽ ഞാൻ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ വർക്കിൽ ഞാൻ ലൈഫും കൂടെ മിക്സ് ചെയ്ത് ലൈക്ക് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. സോ മേ ബി ലൈക്ക് ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ലൈക്ക് ഐ ഹാവ് സീൻ പീപ്പിൾ ഹു ഹാവ് സ്ട്രിക്ട് ബൗണ്ടറീസ് ഓഫ് വർക്ക് ആൻഡ് ലൈഫ്. അങ്ങനെയുള്ള ഒരു ഗുഡ് എക്സാമ്പിൾ ആണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല. കുറച്ചാൾ മുന്നേ വരെ 10 PM ഓൾ വർക്ക് ഷട്ട് ഡൗൺ. 10 PM വർക്ക് ഷട്ട് ഡൗൺ അല്ലേ, 10 PM എൻ്റെ ബ്രെയിൻ ഷട്ട് ഡൗൺ. പിന്നെ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അതെനിക്കും നമ്മൾ 3 പേരും നമ്മൾ ഒത്തിരി ലൈക്ക് ഐ ഡോണ്ട് നോ വേർ വി ഹാവ് കെപ്റ്റ് ലൈക്ക് അങ്ങനെ പറഞ്ഞൊരു സ്ട്രിക്റ്റ് ബൗണ്ടറി ഒന്നുമില്ല. ഞാനിങ്ങനെ അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എന്തോ ചെയ്യുന്നതനുസരിച്ച്. ഫോർ എക്സാമ്പിൾ ഞാൻ 16 hours വർക്ക് ചെയ്യുന്ന ദിവസമുണ്ട്, 18 hours വർക്ക് ചെയ്യുന്ന ദിവസമുണ്ട്, ചിലപ്പോൾ 6 hours വർക്ക് ചെയ്യുന്ന ദിവസമുണ്ട്. സോ ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എന്തോ ചെയ്യുന്നത്, എന്താണ് ഡെലിവറി ചെയ്യുന്നത്, എന്താണ് ഔട്ട്കം. ചില കമ്പനീസ് ആണെങ്കിൽ ഭയങ്കരമായിട്ടും പറയും ഇവിടെ ഭയങ്കര വർക്ക് ലൈഫ് ബാലൻസ് ആണ്, അടിപൊളിയാണ്. എന്നിട്ട് മാനേജർ വന്ന് ലേറ്റ് നൈറ്റ് പറയും ഒരു കിക്കോള് പറ്റുമോ, 15 minutes ഉള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം വർക്ക് ലൈഫ് എനിക്കറിയത്തില്ല എത്രത്തോളം ഇൻ ടെക് വേൾഡ് എപ്പോൾ വേണമെങ്കിലും ഇഷ്യൂ വരാം. രാത്രി ആയിരിക്കാം, നമ്മൾ യു ഷുഡ് ബി അലേർട്ട് ഇഫ് ഇറ്റ് ഈസ്. നമുക്ക് ഇപ്പം 9 വന്നു 5 തീർക്കാം, അങ്ങനെ നമുക്ക് സെർട്ടനിറ്റി എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. കറക്റ്റ്. IT job means you're rich. അല്ല അതൊരിക്കലും ട്രൂ അല്ല. എന്നോടൊന്നും ക്വസ്റ്റ്യൻ എനിക്ക് അവന് സത്യം IT job means you're rich എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ അവിടെ കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ലുക്ക് ഒരു തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടു വന്നതെന്ന് വെച്ചാൽ ഇഫ് യു ആർ എൻ IT പേഴ്സൺ, ഇപ്പോഴത്തെ കേസിലല്ല ഞാൻ പറയുന്നത്, നൗ തിങ്സ് ഹവ് ചേഞ്ച്ഡ് എ ലോട്ട്. പക്ഷെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാഞ്ചസിനെ എടുത്ത് നോക്കുവാണെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇവരെ എടുത്ത് വെച്ച് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ ജോബ് കിട്ടുന്നത് കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച് ആയിരുന്നു. ആൻഡ് എല്ലാ മാസവും കൃത്യമായിട്ട് സാലറി വരും. സോ അവരുടെ കയ്യിൽ പൈസയുണ്ട്. ആൻഡ് മെക്കാനിക്കൽ കാര്യം അങ്ങനെയുള്ള ആൾക്കാർ ദേ ഹാവ് ടു സ്ട്രൈ ഹാർഡ്. സോ ആ ഒരു കമ്പാരിസൺ ഉണ്ട്. പക്ഷേ ഇപ്പം കണ്ടു വന്നിട്ട് ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാം ഈവൻ ആയിട്ട് വന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ബാംഗ്ലൂർ നിൽക്കുവാണെങ്കിൽ എക്സ്പെൻസസ് കൂടുതലാണ് കമ്പയർഡ് ടു കൊച്ചി. വിത്ത് ദ സെയിം സാലറി മേ ബി യു വിൽ ഹാവ് എ മോർ സാലറി സ്ട്രെച്ച് മോർ. പിന്നെ ഉണ്ട് ലൈക്ക് ദ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. ലൈക്ക് ഇത് സോഫ്റ്റ്വെയർ വരുവാണെങ്കിൽ യു ക്യാൻ ബി എ ലോട്ട് ഓഫ് റിച്ച് faster. You can also stay in the medium. It's not that every IT jobs make you rich. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒപ്പീനിയൻ വേരീസ്. ഇപ്പോൾ KP എനിക്കറിയത്തില്ല KP എന്താ തിങ്ക് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത് ഒരിക്കലും ട്രൂ അല്ല. ഓക്കെ, എവ്രി വൺ ഇൻ ടെക് ക്യാൻ ഫിക്സ് യുവർ മൊബൈൽ ഓർ ലാപ്ടോപ്പ്. Obviously not. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ലാപ്ടോപ്പ് ഫിക്സ് ചെയ്യാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്. ലൈക്ക് ഇറ്റ് ഡിപ്പെൻസ്. പക്ഷെ അതെനിക്ക് അത് ലൈക്ക് വർഷങ്ങളായിട്ടുള്ളൊരു മീം പോലത്തെ സാധനം തോന്നുന്നു. നമ്മുടെ പപ്പമാർ പറയാം നിനക്കിത് ശരിയാണ്, നീ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചല്ലേ ഇതെന്താ. പക്ഷെ അവർ ഇറ്റ്സ് നോട്ട് ട്രൂ എവറി ടൈം. അത് ശരിയാണ്. ലൈക്ക് എല്ലാവർക്കും ചില ആൾക്കാർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആകുമ്പം ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു നോ ദ ഇന്റേണൽസ് ഓഫ് ദ ബോർഡും അതെല്ലാം പരിചയം ഉണ്ടോ ആകണമെന്നില്ല. പക്ഷെ ചില ആൾക്കാർക്ക് എനിക്കൊന്ന് ക്രേസും ഉണ്ട് ഈ അസംബ്ലി ബിൽഡ് ചെയ്യാൻ മെഷീൻസ്. അസംബിൾ ചെയ്യുന്നതല്ലല്ലോ നമുക്ക്. ശരിയാണ്, അതും ശരിയാണ്, കറക്റ്റ്. അല്ല പക്ഷേ ഇത് നോർമലി നമ്മുടെ ഫാമിലീസിനകത്തൊക്കെ ഞാനാണെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കസിൻസിൽ ഒരാൾ ഇലക്ട്രിക്കൽ പഠിച്ചിട്ട്
അവിടുത്തെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നീ എഞ്ചിനീയറിംഗ് പിന്നെ എന്തിനാ പഠിച്ചെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ശരിയാ. നെക്സ്റ്റ് വൺ, ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയേഴ്സ് ഈക്വൽസ് ടു നോസ് എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ്. അത് ഓഫ് കോഴ്സ് തെറ്റാണ്. എവറിത്തിങ് ദി യൂണിവേഴ്സ് റോങ് ആണെങ്കിലും ഇതൊന്നു ഒരു എക്സ്റ്റാജറേഷൻ. അത് എക്സാജറേഷൻ. പക്ഷേ ലൈക്ക് they expect you to know a little bit of front end, back end, DevOps, database management. ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ കമ്പനീസിന് സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ. ശരിയാ. പക്ഷേ വേറൊരു കേസിൽ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോസ് എവറിത്തിങ് ഇൻ ദി യൂണിവേഴ്സ് ചില ഇന്റർവ്യൂവറുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ അങ്ങനെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഫുൾ സ്റ്റാക്കിന് വേണ്ടി അവർ ഹയർ ചെയ്യും, എന്നിട്ട് റെസ്യൂമേക്കകത്ത് അവരെല്ലാം കുത്തിക്കയറ്റും. ഓക്കെ, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ഇന്റർവ്യൂവേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ലൈക്ക് ബേസിക്കലി യു ഷുഡ് നോ ദെൻ വൈ ആം ഐ ഹയറിംഗ് യു, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം അത് ട്രൂ അല്ല. ഫുൾ സ്റ്റാക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ അരുൺ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് മേജർ എടുക്കുക. ഇത് ബാക്ക് എൻഡ് ഓർ ഫ്രണ്ട് എൻഡ്, ആൻഡ് ദെൻ നിങ്ങൾക്ക് ബാക്കിയുള്ളതിൻ്റെ ഇച്ചിരി അറിയാം. അരുൺബായുടെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് ബാക്ക് എൻഡ്. പക്ഷെ എനിക്കത് മറ്റേ ഒരു ടി ഷേപ്പ് ഡെവലപ്മെന്റ് സ്കിൽ സെറ്റ് എന്നുവെച്ചാൽ depth in one, a little bit of knowledge about that's all. If code works on my machine, issue is not mine. even ആക്ച്വലി മറ്റേ സാധനം ഓർമ്മ വരുന്നത് എന്ത് സ്പ്രഗില് ഇവൻ കോഡ് ഡിപ്ലോയ് ചെയ്തു സ്റ്റേജ് പ്രോഡക്റ്റാക്കിയാണോ നീ എന്തായിരുന്നു കോഡൊക്കെ വർക്ക് ചെയ്തു എൻ്റെ മെഷീനിൽ. പക്ഷെ പ്രൊഡക്ഷൻ ഡൗണാ. ഇതെനിക്ക് സോൾവ് ചെയ്തില്ലേ കുറെ സോൾവ് ചെയ്തു. ആക്ച്വലി ഇത് പണ്ട് നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു QAയോ ഏതെങ്കിലും ഒരു ടെസ്റ്റർ ബഗ് റേസ് ചെയ്യുമ്പോൾ എവിടെ ഈ ബഗ് എൻ്റെ മെഷീനിലല്ലോ ഞങ്ങൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ് മിക്കവാറും ഇത് പറയുന്നത് ദിസ് വർക്ക്സ് ഓൺ മൈ മെഷീൻ. അതെനിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് നമ്മൾ എൻ്റെ ബ്രൗസർ വർക്ക് ചെയ്യും. എൻ്റെ ബ്രൗസറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബ്രൗസറിൽ നിങ്ങൾ അപ്ഡേറ്റ് വെച്ചിട്ട് അപ്പോൾ അറിയാൻ പറ്റും. സോ ദിസ് ഇസ് ഇറ്റ്സ് നോട്ട് കോമൺലി ഇറ്റ്സ് നോട്ട് എ മിത്ത് അല്ലേ? It's not a myth. It's not fine. We'll go with that. Yeah. Small change, just do fast. Small change and just do fast. Managers ഒന്നും റിക്വസ്റ്റ് ഇത് കേട്ടേ അല്ല, അത് ശരിയാണ്. അത് ലൈക്ക് അവർ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു സാധനം ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം, അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ഫീച്ചറിലേക്ക് വളരെ കുഞ്ഞതായിരിക്കും, പക്ഷെ നമുക്ക് അറിയത്തുള്ള ലൈക്ക് എത്ര കോംപ്ലക്സ് ആണ്. ലൈക്ക് ചിലപ്പോൾ അതൊരു ബാഗേജ് കാണും പണ്ടത്തെ എന്തെങ്കിലും, അപ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കത്തില്ല എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താ വെച്ചാൽ മാനേജേഴ്സ് ആ ഡിസിഷൻ പറയുന്നതിന് മുമ്പ് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പറയാന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്ക് വരാറുണ്ട്. ചില സമയത്ത് തന്നെ ഇവരോട് ഇത് പ്രസന്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ ടെക് അറിയുന്ന മാനേജേഴ്സ് ആകുമ്പോൾ ചിലപ്പോൾ അത് ബ്ലൈൻഡ്ലി അക്സെപ്റ്റ് ചെയ്യും, എൻ്റെ ഡെവലപ്പേഴ്സിനോട് അത് കൺവേ ചെയ്യാൻ പറ്റും. മിക്കവാറും ഞാനിത് കേട്ടിട്ടുള്ള പ്രോഡക്റ്റ് മാനേജേഴ്സിൻ്റെ ചെറിയൊരു ഫിക്സ് ആണ്, പ്ലീസ് എളുപ്പമൊന്നും ചെയ്യും, നമുക്കൊരു ക്ലയൻ്റ് ഉണ്ട്, പക്ഷേ അത് അവർക്ക് മനസ്സിലാവത്തുമില്ല. സോ ഇറ്റ്സ് ഇറ്റ് എ മിത്ത്? It is not a myth. Not a myth. ഇത് സംഭവിക്കുന്നതാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. വി ആർ എ ഫാമിലി. അത് ഭയങ്കര റോങ് ആണ് ആക്ച്വലി. എനിക്ക് തോന്നുന്നില്ല ഒരു കമ്പനി നിങ്ങളുടെ ഫാമിലി ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്നു. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എവറി കമ്പനി ഓപ്പറേറ്റ്സ് വിത്ത് ഇറ്റ്സ് ഓൺ വിഷൻ ഓഫ് ബിസിനസ്. അപ്പം അവർക്ക് അവരുടെ ഗോൾസ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് ഉണ്ട്. സോ ഫാമിലി എന്ന് പറയാൻ പറ്റത്തില്ല. മേ ബി ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് എ വർക്ക്, ഇറ്റ്സ് എ ഗുഡ് വർക്ക് എൻവയോൺമെന്റ് അങ്ങനെ പറയാം. ഓക്കെ അല്ല ഫാമിലി അല്ല. ഓക്കെ, ഡിസൈനേഴ്സ് ഓൺലി നീഡ് ഫിഗ്മ. ഡിസൈനേഴ്സ് ഓൺലി നീഡ് ഫിഗ്മ. അല്ല, എനിക്കൊന്ന് ഇപ്പം അത് മാറിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പം ഈ AI ടൂൾസും കാര്യങ്ങളെല്ലാം വന്നപ്പം ഡിസൈനേഴ്സ് ആക്ച്വലി ഇപ്പം പ്രോട്ടോടൈപ്സിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ലൈക്ക് ഹൈ ഫിഡിലിറ്റി. നേരത്തെ അവർ മറ്റേ ഫിഗ്മ ചെയ്ത് നമുക്ക് മറ്റേ ഡെവലപ്പേഴ്സിന് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നു, അവരുടെ പരിപാടി കഴിഞ്ഞു. ഇപ്പം എനിക്ക് തോന്നുന്നു അവർ ലൈക്ക് കോഡ് ചെയ്ത് ഒരു ഹൈ ഫിഡിലിറ്റി സാധനം ഉണ്ടാക്കി. കറക്റ്റ്. അല്ല, അത് മാത്രമല്ല, ഇതൊരു മിത്താണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് ബിക്കോസ് ഡിസൈനറിൻ്റെ കേസിൽ ബാക്കി എല്ലാവരും ഓർക്കും ഇത് ചുമ്മാ വരച്ചാൽ മതിയെന്ന്. ഓക്കെ. പക്ഷെ ഒരു ഡിസൈനർ അത് മാത്രമല്ല ചെയ്യുന്നത്. അത് ഒരു ഡിസൈനറിൻ്റെ ഒരു ജോബ് റോൾ എടുത്ത് നോക്കിയാൽ അതിനെ വിഷ്വലൈസ് ചെയ്യണം, അതിൻ്റെ യൂസേഴ്സിൻ്റെ പെർസോണ അറിയണം, യൂസേഴ്സിൻ്റെ സൈക്കോളജി അറിയണം. ഡിസൈനറുടെ ജോബാണ് ഒരു യൂസർ. അല്ല, മോസ്റ്റ്ലി എല്ലാ സ്റ്റാർട്ടപ്സും ഡിസൈനറിനെ
എടുക്കുമ്പം അവർ ഈ ഒരു ക്വാളിറ്റീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന എനിക്കൊന്ന് UI UX ഡിസൈനർ മനസ്സിലായി. ബിക്കോസ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫേസ്ബുക്കിൽ നീ പറഞ്ഞ കാര്യം ബിക്കോസ് ദർ ഇസ് ലൈക്ക് പ്രോപ്പർ UX സൈക്കോളജിസ്റ്റ് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ യൂസർ ബിഹേവിയർ ആൻഡ് പാറ്റേൺ. ബട്ട് നോർമലി ഒരു ഡിസൈനറിന് ഫിഗ്മ കൊടുത്തു കഴിഞ്ഞാൽ ലുക്ക് ടൂളാണ് ഫിഗ്മ. അതിപ്പം നീ പഠിച്ചു കഴിഞ്ഞാൽ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ആർക്കാണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ അത് മാത്രമല്ല ഒരു ഡിസൈനറിൻ്റെ ജോബ്. കുറേ ആസ്പെക്ട്സ് ഇങ്ങനെ UI UX എല്ലാം കൺസിഡർ ചെയ്ത് കളേഴ്സ് ഫോൺസ് സെലക്ട് ചെയ്യുന്ന ഇതെല്ലാം മാറ്റർ ചെയ്യും. പിന്നെ ഇത് ഇൻട്രാക്ഷൻ ഡിസൈൻ എന്ന് വെച്ചാൽ ഇത് ഇൻട്രാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ആ ഏരിയ തന്നെ എനിക്കൊന്ന് ഭയങ്കര വാസ്റ്റ്. അടുത്തത് UI ഈക്വൽ ടു UX. ഇപ്പൊ ഡിസ്കഷൻ കണ്ടിന്യൂ. ഇപ്പൊ UI ഈക്വൽ ടു UX അതും ഒരു മിത്താണ്. അതെ, ഒരിക്കലും അല്ല. യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു ഡിഫറെന്റ് ബോൾ ഗെയിം ആണ്. ലൈക്ക് UI നിങ്ങൾക്ക് അടിപൊളിയാക്കാം. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ കേസിൽ ക്രെഡ് ഒരു 45 years old ഒരു പുള്ളിക്ക് കൊടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ 50 years old പുള്ളിക്ക് കൊടുക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ഹാർഡ്. പക്ഷേ ഒരു 25 years old ഒരു സ്റ്റുഡൻറ്റിന് കൊടുക്കുവാണെങ്കിൽ ഈവൻ ആ 24 എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് അൺയൂസബിൾ ആണ്. അതിനിപ്പോൾ 2 മോഡ്സ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഞാൻ കുറേ നാളെ ക്രെഡ് സിമ്പിൾ മോഡ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാൻ അതിലാ യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി അവർ അവിടം വരെ എത്തി. സിമ്പിൾ വാക്കേണ്ട ഒരു ആപ്പിനെ സിമ്പിൾ പറഞ്ഞ് വേർഷനും ഇറക്കിയവർ. സോ അത് കേൾക്കുമ്പോഴേ നമുക്ക് പറയാം UI is not equal to UX. യൂസർ എക്സ്പീരിയൻസ്. പിന്നെ അതൊരു ചിലപ്പോൾ മേ ബി ഒരു UX ഡിസിഷൻ ആയിരിക്കും ചിലപ്പോൾ. അത് ഇത് ഇച്ചിരി പെർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്താൽ മതി എന്ന ഒരു ഇതിലായിരിക്കാം. എല്ലാം ഇച്ചിരി ക്രെഡിറ്റ് കേസിൽ എല്ലാവരും ഇച്ചിരി എല്ലാം മില്യനേഴ്സ് യൂസ് ചെയ്താൽ മതി, ക്രെഡിറ്റ് കാർഡ് നല്ലതായിട്ട് പേ ചെയ്യുന്നവർ മതി. അതാണ് അവരുടെ ബേസിക്കലി ഒരു ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് വർത്തി ആൾക്കാരാണ് ഞങ്ങളുടെ ആപ്പിലുള്ളത്. അപ്പം ആ ബിസിനസ്സാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഓപ്പൺ ചെയ്തെന്നുള്ളതാണെന്ന് തോന്നുന്നു അവരുടെ ഫൗണ്ടേഷണൽ സെല്ലിംഗ് പോയിന്റ്. കുഡ് ബി. ബിക്കോസ് ഞാൻ പിന്നെ പറയുന്നത് ഡിലീറ്റിംഗ് ആൻ ആപ്പ് ഡിലീറ്റ്സ് ഇറ്റ്സ് ഡേറ്റ. നോ ദാറ്റ് ഇസ് നോട്ട് ട്രൂ. എന്തുവാന്ന് എനിക്ക് തോന്നുന്നു. അത് ഓഫ് കോഴ്സ് അങ്ങനെയല്ല. നമ്മൾ ആപ്പ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ അവർ നേരത്തെ അവരുടെ കയ്യിലുണ്ട് എന്തായാലും ഓൾറെഡി. അവർ അത് ഡിലീറ്റ് ചെയ്യണമെന്ന് ഒരു കാരണം ഫേസ്ബുക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഈ റൂള് കൊണ്ടുവന്നിട്ട് ഡേറ്റ കാണുന്ന റൂളൊക്കെ ആ കുറേ ഗവൺമെൻറ്റിൻ്റെ കുറേ റൂൾസൊക്കെ വന്നു കഴിഞ്ഞിട്ട്. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങൾ ഭയങ്കര പഴയ യൂസർ ആണെങ്കിൽ ആ ഡേറ്റ എല്ലാം അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പം നിങ്ങൾ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്താലും ഇറ്റ് നീഡ് നോട്ട് ബി ദ കേസ്. 5G വിൽ മേക്ക് യു സിക്ക്. ദാറ്റ്സ് ഓൾ. എന്താ പറയുന്നത്, ലൈക്ക് ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. വാട്ട് യു തിങ്ക് ഇറ്റ്സ് ട്രൂ? No, I don't think so. പറയുന്ന കേട്ടോ. എനിക്കല്ല, ഞാൻ ചോദിച്ചാൽ എനിക്കിത് മനസ്സിലായി. ലൈക്ക് ഞാനിത് ആദ്യം ഇത് 5G ഇറങ്ങിയ സമയത്തൊരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു. 5G വേവ്സ് കാരണം നമ്മൾ വിൽ ഗോ മാഡ് ഓർ വിൽ ഫോൾ സിക്ക്. ഓക്കെ, ഞാൻ ഇതിനെ കുറിച്ച് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ 5G വിൽ മേക്ക് യു സിക്ക്. അതെന്തോ അതാ ഞാൻ നിന്നോട് ഞാനിങ്ങനെ ഈ 5G ടവേഴ്സ് ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യും, അങ്ങനെ കുറെ ഒരു മിസ്ഇൻഫോർമേഷൻ ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ യൂസ് ചെയ്ത കേട്ടോ 5G. എനിക്കൊന്നും എല്ലാവരും യൂസ് ചെയ്ത. I don't think so that's true. Hackers wear hoodies and drink coffee. That's like a movie. That's a movie based. Very normal looking ആൾക്കാർ ലൈക്ക് നല്ലതായിട്ട് ഹാക്ക് ചെയ്യുന്നവർ. എനിക്ക് ഡൗട്ട് ഉണ്ട്. KP പണ്ടത്തെ ഒരു വലിയ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആയിരുന്നു. AI will replace all jobs overnight. അത് സംഭവിക്കത്തില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ സംഭവിക്കണ്ടായിരുന്നു. ഓരോ പുതിയ റിലീസിനും ആന്ത്രോപിക്കിന്റെ CEO അല്ലെ സാം ഓൾട്ട്മാൻ അവരതാണല്ലോ പറയുന്നത്. പുള്ളി ഇത്ര ശാന്തനായെന്ന് തോന്നുന്നു. കോഡ് റെഡ് ഒക്കെ അവര് ഡിക്ലെയർ ചെയ്ത ഈ ഇടയ്ക്ക്. അത് പുള്ളി പിന്നെ ഇപ്പം കാണുന്നില്ല. എനിക്ക് തോന്നുന്നു മറ്റേ ആഡ്സ്, അവരുടെ ഷോപ്പിംഗ് അതെല്ലാം അവർ പോസ്റ്റ് ചെയ്തു. ആ ഫീച്ചേഴ്സ് ഒക്കെ, ആ ഫീച്ചേഴ്സിന്റെ ഫെർദർ ഡെവലപ്മെന്റ് അവർ പോസ്റ്റ് ചെയ്തു. എണ്ണം പറഞ്ഞു ഞാനിത് ഇമ്പ്രൂവ് അതുവരെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് മറ്റേ ക്ലോഡിന്റെ ഒരു ലേറ്റസ്റ്റ് മോഡലിന്റെ റിലീസ് കഴിഞ്ഞിട്ട് ഓപ്പസ് 4.5 they are saying that നെക്സ്റ്റ് ഇയർ ഹാഫ് ആകുമ്പം. പക്ഷേ അതാ പറഞ്ഞ ഇവരെല്ലാം ഓരോ റിലീസ് വേണ്ടി ഇതാ പറയുന്നത്. ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ, റൈറ്റ്? ദാറ്റ്സ് നോട്ട് ട്രൂ. പക്ഷേ ലൈക്ക് അവരുടെ ചില എന്തെന്തോ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഓഡിയൻസ് ഇതൊക്കെ കാണുമ്പം സ്കെയർ ലൈക്ക് they will be fearing about their jobs. Because the demos that these companies are showing is very you know, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. ബട്ട്
ഐ ഡോണ്ട് തിങ്ക് സോ നെക്സ്റ്റ് ഇയറിൽ ഇത് വരാൻ പറ്റുമെന്ന്. പക്ഷേ Maybe in 5-10 years, I 5-10 think we should years be അല്ലേ? fine. ഓക്കെ Maybe in 5 years. Okay, 5 years. 3 to 5 years. ഓക്കെ ഗോട്ട് ഇറ്റ്. പുട്ടിംഗ് പൈത്തൺ ഇൻ റെസ്യൂമേ ഈക്വൽ ടു HR സെലക്ട്സ് ഇമ്മീഡിയറ്റ്ലി. Yes, I think so. No. I mean, depending on depends the on the job. role. Yeah. Depends on the role. ഫ്രണ്ട് എഞ്ചിനീയറിന്റെ റോൾ അതെ, പൈത്തൺ yes. ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അല്ല അല്ലാതെ നോക്കുമായിരുന്നു എന്തെങ്കിലും. As in, like, ഒരു Python required job ആണ്. If you have Python in your resume, most likely you'll get a അല്ലെ call. അതെ സിസ്റ്റംസ് പ്രോഗ്രാമിംഗ് അതിന്റെ ഒരു റോളിന് പൈത്തൺ Python ഇട്ടിട്ട് കാര്യമില്ല. കറക്റ്റ്. അപ്പം അതൊരു മിത്ത് പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ? Yeah. Yeah. Not a blanket statement. യാ. സർട്ടിഫിക്കറ്റ് ഈക്വൽ ടു സ്കിൽ. No. നോ. No. ഞാനും അഗ്രി ചെയ്യുന്നു. പക്ഷേ ഐ തിങ്ക് ആ കോൺസെപ്റ്റ് ഇപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അത് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ ഇപ്പോഴും ആൾക്കാർ ഒത്തിരി പേര് വിശ്വസിക്കുന്നത് എനിക്ക് ഈ സ്കോർ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ്. പിന്നെ സർട്ടിഫിക്കേഷൻ ഒരു രീതിയിൽ കുറേയൊക്കെ ക്രെഡിബിലിറ്റിയും ഒരു വാലിഡേഷനും ഉണ്ടാക്കും. കാരണം വെച്ചാൽ ഇപ്പം ഈ റെഡ് ഹാറ്റിൻ്റെ ഒക്കെ സർട്ടിഫിക്കേഷൻ അല്ലേ, അതിനകത്ത് ആക്ച്വലി നമ്മൾ എക്സാം എഴുതുമല്ല, ആക്ച്വലി നമ്മളൊരു സിനാരിയോ ചെയ്യുക പ്രാക്ടിക്കലി. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ആക്ച്വലി നമുക്ക് അറിയണം ആ കാര്യങ്ങൾ, അല്ലാതെ ചുമ്മാ ലൈക്ക് ടെസ്റ്റ് എഴുതുന്ന പോലെ അല്ല. സോ അങ്ങനത്തെ സർട്ടിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വാല്യുബിളും ക്രെഡിബിളും. ഓക്കെ. പക്ഷെ കുറേ പേര് കുറേ കോഴ്സസ് AWS ഒക്കെ അനാവശ്യമായി അതുമല്ല മറ്റേ നമ്മുടെ ആ സൈറ്റ് ഉണ്ടല്ലോ യുഡമിലൊക്കെ ഇഷ്ടംപോലെ കുറേ കോഴ്സസ് ഉണ്ട്. അപ്പം അങ്ങനെ ലൈക്ക് നിങ്ങൾ മനസ്സിലാക്കി ചെയ്തിട്ടില്ല ഒരു കോഴ്സിന് എനിക്ക് തോന്നുന്നില്ല കാര്യമില്ല. എസ്പെഷ്യലി ഇൻ ദിസ് ഹയറിംഗ് ഡേയ്സ് ഇപ്പം എനിക്ക് തോന്നുന്നു അത് പിന്നെയും കാര്യമില്ലാതെ വന്നുകൊണ്ടിരിക്കുക. അൺലെസ് ഇപ്പം KP ഇപ്പോൾ പറഞ്ഞ പോലെ ലൈക്ക് ഈ റെഡ് ഹാറ്റോ AWS കുബർനെറ്റിസ് ഇങ്ങനത്തെ കോഴ്സസ് എടുത്തിട്ട് നമ്മൾ പ്രാക്ടിക്കലി സർട്ടിഫിക്കേഷൻസ് ഇങ്ങനെ എടുക്കും. പ്രാക്ടിക്കലി നമ്മളത് ആ സിനാരിയോ കൂടെ പോവുകയാണെങ്കിൽ ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. ഓക്കെ. അജൈൽ മീൻസ് നോ പ്ലാനിങ് നീഡഡ്. No, right? Agile is a form of planning. Yeah. Agile is a form of അല്ല ബേസിക്കലി doing the work. ഇറ്റ്സ് എ ഫോം ഓഫ് ഗെറ്റിംഗ് ദ വർക്ക് ഡൺ. അപ്പോൾ പല പാർട്സ് പല രീതിയിൽ മൂവ് ചെയ്യും. Okay. സോ പല ആൾക്കാരുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളൊരു ക്ലയൻറ്റിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾ അജൈലല്ലേ ഫോളോ ചെയ്യുന്നത്, അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും റിക്വയർമെന്റ്സ് മാറ്റാലോ. ദിസ് ഇസ് അസംപ്ഷൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല അജൈൽ എന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞാൽ മറ്റേ 2 week sprint planning നമ്മളൊരു നമുക്ക് അതിനൊരു പ്രോസസ് ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു QA ഒരു സാധനം ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ഹാവ് ടു സ്റ്റോപ്പ് ദ ഡെവലപ്മെന്റ്. അപ്പോൾ ഇറ്റ്സ് എ മോഡ് ഓഫ് വർക്ക്. പക്ഷെ ഇവർ തിങ്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി റിക്വയർമെന്റ്സ് ഏത് സ്റ്റേജിലും കൊണ്ടുവരാം, അവരെന്നിട്ട് അതിന്റെ ബിറ്റ്വീനിൽ ബിൽഡപ്പ് ചെയ്യാം. അത് ഞാൻ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സർവീസ് ബേസ്ഡ് കമ്പനീസിൽ ഞാൻ ഫ്ലെക്സിബിലിറ്റി. പക്ഷേ നീ പറഞ്ഞ പോലെ അത് പക്ഷെ ഞാനതാ പറഞ്ഞത് ഈ സാധനം ഇപ്പോഴും റണ്ണിങ്ങിലാണ്. എന്ന് വെച്ചാൽ പല കമ്പനീസിലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആക്ച്വലി എന്താ അജൈൽ. പല കമ്പനീസും അത് തെറ്റായിട്ട് എടുക്കുക. അജൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിക്വയർമെന്റ് ഒന്നും പ്ലാൻ ചെയ്യേണ്ട, ഇടയ്ക്കൂന്ന് ഒരു പെട്ടെന്ന് ഈ ഒരു ചേഞ്ചും കൂടെ വേണം, ഈ ഒരു ചേഞ്ചും കൂടെ വേണം. സോ ദേ തിങ്ക് ബിക്കോസ് വി ആർ അജൈൽ വി ക്യാൻ അക്കോമഡേറ്റ് ദാറ്റ്. വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഇതിന്റെ ടെക് ഫീസിബിലിറ്റി എന്താണ്, ഇത് എക്സ്റ്റെൻഡ് ചെയ്യും. Yes. So I feel it's not a myth. It's still there in the society that we are dealing with. Cloud means your data is floating in the sky. ഇത് എനിക്കും തോന്നുന്നില്ല. അല്ല, ബേസിക്കലി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, നമുക്ക് എന്ത് ക്ലൗഡിലിട്ടാലും ബേസിക്കലി നമുക്ക് എവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എടുക്കാം. ഇതുമുണ്ട്, ഈ മിത്തും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ചില കമ്പനീസിനെ നീ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ട്രഡീഷണൽ സിസ്റ്റംസിൽ നിന്ന് അവർ മാറാൻ റെഡിയല്ല. കാരണം അവരുടെ അസംഷൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലൗഡിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡേറ്റ അൺസെക്യൂർ ആവും, ഡേറ്റ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുക്കാം. മനസ്സിലായോ? ആ ഒരു കോൺസെപ്റ്റിൽ റൺ ചെയ്യുന്ന എൻ്റർപ്രൈസ് സിസ്റ്റംസ് ഉണ്ട്. അപ്പം എനിക്ക് അവിടെ ഒരു ലുക്ക് അങ്ങനെയല്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് കേസ്. എന്ന് വെച്ചാൽ ക്ലൗഡിൽ ഇട്ടുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ അൺസെക്യൂർ ആകണമെന്ന് ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെക്യൂർ ആക്കാം, അത് നിങ്ങളുടെ സെക്യൂരിറ്റി പർപ്പസ്. പക്ഷേ there are companies which still things like that, cloud എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫ്രീ ഡേ, ഇറ്റ്സ് ഔട്ട് ദെയർ ഇൻ ദ വേൾഡ്, ഓപ്പൺ എന്നുള്ള ഒരു രീതിയിൽ ആ കോൺസെപ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഞാൻ പിന്നെയും റെക്കഗ്നൈസ് ചെയ്യുന്നത് ഈ ഓൾഡ് ഇപ്പം ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പഴയ ക്ലയൻസിനോടൊക്കെ മിണ്ടുമ്പോഴാണ് ഇപ്പോൾ ഈ കോൺസെപ്റ്റ് ഒക്കെ എക്സിസ്റ്റിംഗ് ആണ്. ലൈക്ക് ഇറ്റ്സ് എ റിയലൈസേഷൻ ഫോർ മീ ഓൾസോ സംടൈംസ്, ബിക്കോസ്
ഇവരെന്താ ഇങ്ങനെ തിങ്ക് ചെയ്യുന്നത് നമ്മൾ, ബിക്കോസ് എടാ ഈ പഴയ ആൾക്കാർ ഈ മെയിൻ ഫ്രെയിംസിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. ആസ് എൻ ലൈക്ക് that time it was the data was within their platform, within their premises, within their this thing. പെട്ടെന്ന് ക്ലൗഡ് വന്നപ്പോൾ ക്ലൗഡിന്റെ സെല്ലിംഗ് പോയിന്റ് ഈസിലി ആക്സസിബിൾ, എവിടെ നിന്ന് വേണമെങ്കിലും എനിവേർ. അപ്പം ഇവരോർത്ത് പറഞ്ഞു ഓക്കെ ഇത് അങ്ങനെ ആണെങ്കിൽ ആൾക്കാർ സ്റ്റീൽ ചെയ്യാനും എളുപ്പമായിരിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മനസ്സിലായി. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഫ്ലോട്ടിങ് ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വന്നു. ഇഫ് യു ഡോണ്ട് റിപ്ലൈ ഫാസ്റ്റ് ഓൺ ടീംസ് യു ആർ നോട്ട് വർക്കിംഗ്. അത് ഞങ്ങൾക്കത് ഫേസ് ചെയ്ത്, എനിക്കത് ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ എംപ്ലോയർ ആയിട്ടോ എംപ്ലോയി എനിക്ക് തോന്നുന്നു നമ്മൾ സ്ലാക്കിലും ഈ ടീംസിലൊക്കെ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ബേസിക്കലി വർക്ക് ചെയ്യാത്തതെന്ന് തോന്നുന്നു. പെട്ടെന്ന് റിപ്ലൈ ചെയ്യുമ്പോൾ ബിക്കോസ് നമ്മൾ ഫോക്കസ് അല്ല ഫ്ലോ സ്റ്റേറ്റിലല്ല, അല്ല നമ്മളൊരു സാധനം സീരിയസ് ആയിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ. പിന്നെ നിന്റെ കേസിൽ നിന്റെ ടീംസും സ്ലാക്കും എല്ലാം നിന്റെ മൊബൈലുണ്ടല്ലോ, ഇവൻ എപ്പം കണ്ടാലും ഇതല്ലേ മെസ്സേജ് കൊണ്ടിരിക്കുക. സോ അല്ല ഞാനിപ്പോൾ എംപ്ലോയർ ആണല്ലോ. ഐ മീൻ ഈവൻ ബിഫോർ യു ഹാഡ് ഓൾ ദാറ്റ്. സോ ഞാനിപ്പം ബേസിക്കലി എൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇപ്പം ഞാൻ വർക്ക് ടൈമിലാണെങ്കിൽ ഒരാൾ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 minutes നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ആൻസർ കൊടുക്കാം. ബട്ട് ഇറ്റ് നീഡ് നോട്ട് ബി ലൈക്ക് it should be a full solution. At least if like what is the status എന്നായിരിക്കും like question, what is this flow എന്നായിരിക്കും. But at least you can say like bro like or I am busy with some task for this much minutes, I'll come back to you or get back to you. അതാണ് ഞാൻ യൂഷ്വലി റിപ്ലൈ. ഞാനപ്പം എൻ്റെ മൊബൈലിൽ ഈ കമ്പനി കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. ലാപ്ടോപ്പിലുണ്ടെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി റെസ്പോണ്ട് ചെയ്യും. ഇഫ് ഐ എം അവേ ഐ വോണ്ട്. ആ ഒരു മൈൻഡ് സെറ്റാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ഇത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ വൈഫിൻ്റെ ടേംസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് റിപ്ലൈ എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ റിപ്ലൈ ചെയ്യും. അതും കണ്ടിട്ടുണ്ട്. ബിക്കോസ് ലൈക്ക് ഇഫ് യു വർക്കിംഗ് ഇൻ സർവീസ് MNCs എന്ന് വെച്ചാൽ അവരുടെ അത് ഓരോ മാനേജറിനെ ബേസ് ചെയ്തിട്ടിരിക്കും അത് നിങ്ങൾ എങ്ങനെ റിപ്ലൈ ചെയ്യുന്നു. only developers matters, others are extra. എന്തോ only developers matters, others are extra. ഇത് പക്ഷേ ഇപ്പം റൺ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. നിങ്ങൾ കേട്ടിട്ടില്ല? എന്ന് വെച്ചാൽ നിങ്ങൾ 1 man കമ്പനി മതി, ഒരാൾ മതി, എനിക്ക് ഒരു ഡെവലപ്പർ മതി എൻ്റെ കമ്പനി ഫുൾ ഓടിക്കാൻ. അങ്ങനെ കുറെ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. ബിക്കോസ് ക്ലോഡും LLMs ഉണ്ടായോണ്ട് ഇനി എനിക്ക് അങ്ങനെ അത്ര ആൾക്കാരെ വേണ്ട ഒരു കമ്പനി ഓടിക്കാൻ. ലൈക്ക് ദാറ്റ്സ് അതൊരു എനിക്കൊന്നൊരു നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യമായിരിക്കും. ഇപ്പം 100 member ടീം ഉണ്ടെന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒരു 10 member ടീം മതിയായിരിക്കും. ഓക്കെ, ഞാനിത് എവിടെ ഇച്ചിരൂടെ കണ്ടതെന്ന് വെച്ചാൽ ലിങ്ക്ഡിനിനകത്തൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിനകത്തൊരു CEO ഹീസ് റണ്ണിങ് എ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ഇൻ പബ്ലിക് എന്ന് പറഞ്ഞു. സോ പുള്ളിയുടെ പ്രോസസ്സിൽ എന്താ ചെയ്യുന്നത്, ഫിനാൻഷ്യലിന് വേണ്ടി പുള്ളി ഒരു ഫിനാൻഷ്യൽ ഏജന്റ് ഉണ്ടാക്കി. അപ്പം പുള്ളിയുടെ ഫിനാൻഷ്യൽസ് എല്ലാം അവിടെ ആ ഏജന്റ് അപ്ലോഡ് ചെയ്യും. ഹി വിൽ ആക്ട് ആസ് എ CFO. ഓക്കെ, സിമിലർലി ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ ഓപ്പറേഷൻസ് ഒരു ഏജന്റ് ദേ വിൽ റൺ ഓപ്പറേഷൻസ് പാർട്ട്. അപ്പോൾ പുള്ളി ട്രൈ ചെയ്യുന്ന പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ലോലി ദർ കുഡ് ബി സോ മെനി സിംഗിൾ ഹാൻഡഡ് companies which could come up in today's world which can run fully with the agents. അങ്ങനെ പ്രൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ I don't believe how much successful it would be. Maybe പണ്ടെന്ന് പറഞ്ഞ ഒരു കമ്പനി ഓടിക്കാൻ ഒരു 100 പേര് വേണമെങ്കിൽ ഇന്ന് ആ കമ്പനി ആ സൈസിൽ ഓടിക്കണമെങ്കിൽ maybe like you only need 50 people. അത് പോസിബിളാണ് because that is doable, but I don't think so ഡെവലപ്പേഴ്സ് വെച്ചുകൊണ്ട് മാത്രം കമ്പനി ഓടിക്കാൻ പറ്റും. So I think it's a myth. Freshers are not allowed to ask questions. No, freshers are supposed to ask questions. So പല ആൾക്കാരും ബേസിക്കലി ഓർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷേഴ്സ് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്നത് പൊട്ടത്തരമായിരിക്കുമോ, അവർ ആസ്ക് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്. പക്ഷേ ആക്ച്വലി അതൊരു റോങ് കൺസെപ്റ്റാണ്. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യുന്നോ അതാണ് നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യുന്നത് ആസ് എ ഫ്രഷർ ടു സക്സീഡ് ഇൻ ദാറ്റ് കമ്പനി. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റിൽ anyone in tech can build an app in 2 days. No ആണോ? ഇപ്പം ചെയ്യാം. എനി ആപ്പ് എന്ന് പറയുന്നത് ട്രൂ അല്ല. anyone in tech can build an app in 2 days. an app. ഇനി എന്തെങ്കിലും ഇപ്പം ടു ഡു ആപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റും. അതന്നെ. സോ ഡിപ്പെൻസ്. എന്റെ രീതിയിലും ഇത് പോസിബിൾ ആണ് ഇപ്പോഴത്തെ കേസിൽ. ഒരു POC വരെ ഡെഫിനറ്റ്ലി നിങ്ങളിപ്പോൾ ഫിഗ്മ ഒക്കെ ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ it's tough. That is അതാണ് തോന്നുന്നു KP റെഫർ ചെയ്യുന്നത്. ലൈക്ക് if you want those kind of directly proportional to complexity അത് തന്നെ. ഓക്കെ,
അപ്പം ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇതായിരുന്നു നമ്മുടെ ടെക് മിത്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ക്ലിയർ ആയി. കുറേ മിത്സ് ചിലതൊക്കെ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ തോട്ട് പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും അതൊക്കെ മാറ്റണമെങ്കിൽ, അതൊക്കെ മാറി വരണമെങ്കിൽ. അപ്പം ഇവൻച്വലി എല്ലാം മാറുമായിരിക്കും. ബിക്കോസ് പണ്ട് ഇപ്പോൾ തന്നെ നേരത്തെ ഒരു മിത്ത് ഉണ്ടായിരുന്നു, ഒരു കമ്പനി $100 million എത്തണമെങ്കിൽ, അല്ലെങ്കിൽ $1 billion എത്തണമെങ്കിൽ ഇറ്റ് വുഡ് ടേക്ക് എ സ്പാൻ ഓഫ് 10+ years ടു ഹിറ്റ് 1 billion. ബട്ട് ഇപ്പോഴത്തെ കണക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴ്സർ ഹിറ്റ് ചെയ്തു 3 years ഇറ്റ് ടുക്ക് ടു ഹിറ്റ് 1 billion. ക്ലോഡ് നോക്കിക്കഴിഞ്ഞാൽ ക്ലോഡ് കോഡ് ഈസ് ഹിറ്റിംഗ് $1 billion വിതിൻ 6 months. അപ്പം അങ്ങനത്തെ കുറേ മിത്സ് പണ്ട് എക്സിസ്റ്റ് ചെയ്തതെല്ലാം നമ്മൾ ഒന്നുകൂടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഈ AI ഒക്കെ വന്നേ പിന്നെ. ബട്ട് സം മിത്സ് സ്റ്റിൽ എക്സിസ്റ്റ്, അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്കിനി ഇതുപോലെ എന്തെങ്കിലും മിത്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം. ഓക്കെ, ടിൽ ദെൻ വിൽ മീറ്റ് യു നെക്സ്റ്റ്. ബൈ.